കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ദർശിക്കുന്ന ദർശനം യോഹന്നാൻ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് 7 നിലവിളക്കിന് നടുവിൽ നിലങ്കി ധരിച്ച് തലയും തലമുടിയും വെളുത്ത് പഞ്ഞി പോലെ. 4-മതായിട്ട് യോഹന്നാൻ ആ കർത്താവിൻ്റെ ശ്രേഷ്ഠത ഇവിടെ വെളിപ്പെടുത്തുന്നത് അവൻ്റെ കണ്ണുകൾ അഗ്നിജാലയ്ക്കൊത്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഗ്നി എന്ന് പറയുന്നത് ദഹിപ്പിക്കുന്നതാണ്. അഗ്നിസ്തംഭമായിട്ട് ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ മരുഭൂപ്രയാണത്തിൽ ദൈവസാന്നിധ്യം വെളിച്ചമായി മുൻപോട്ട് പോയിരുന്നു. ആ വെളിച്ചത്തിൽ അവർ മുൻപോട്ട് യാത്ര ചെയ്തു. ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഉയരത്തിന് തീ ഇറക്കി യാഗപീഠത്തിൽ വെച്ചിരുന്ന യാഗമൃഗത്തെ ദഹിപ്പിച്ചു, തൊട്ടിൽ വെള്ളവും വറ്റിച്ചു. തീമതിലായിട്ട് ദൈവം കാവലൊരുക്കുന്ന ദൈവമെന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിനെ അഗ്നിയോട് ഉപമിച്ചുകൊണ്ട് സദൃശപ്പെടുത്തിക്കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ കണ്ണുകളുടെ ഒരു പ്രത്യേകത യോഹന്നാൻ വെളിപ്പെടുത്തുന്നത് അഗ്നിജാലയ്ക്കൊത്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ കണ്ണുകളുടെ പ്രത്യേകത, കർത്താവ് കണ്ണുനീർ വാർത്തുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ബഥാനയിൽ ലാസറിൻ്റെ ഭവനത്തിൽ വേർപാടിൻ്റെ ദുഃഖത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ഭവനത്തിൽ കടന്നു എന്ന് അവരുടെ കണ്ണുനീര് തൻ്റെ കണ്ണുനീരായിട്ട് ഏറ്റെടുത്ത് അവരോട് കൂടെ കരഞ്ഞ കർത്താവിനെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. ആ കണ്ണുകൾ കൊണ്ട് ദയോടെ മനസ്സലിവോടെ നമ്മൾ നോക്കുന്ന കർത്താവാണ്. സകല ജനത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ സകല കാര്യങ്ങളും കാണുന്ന കണ്ണുകൾ ദൈവത്തിൻ്റെ കണ്ണുകൾ. നിന്റെ കഷ്ടതയുടെ അവസ്ഥകൾ കാണുന്ന കണ്ണുകൾ കർത്താവ് കണ്ടാൽ അതിൽ നിന്നൊരു വിടുതലുണ്ട്. പാപത്തെ കാണുന്ന കണ്ണുകൾ, ആ പാപത്തിന് പരിഹാരമുണ്ട്. പഴയ നിയമ കാലഘട്ടം നമ്മൾ പഠിക്കുമ്പോൾ പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഒഴിയ വിചാരകന്മാർ നിമിത്തമുള്ളവരുടെ കഷ്ടത നിലവിളി കണ്ടു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവം തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ആ കഷ്ടതയുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തിനൊരു മോചനമുണ്ടായി, വിടുതലുണ്ടായി. അപ്പോൾ ദൈവം നിൻ്റെ അവസ്ഥ കാണുന്ന ദൈവമാണ്. കർത്താവ് കണ്ടാൽ വിടുതലുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 15-ാം വാക്യം വെളിപ്പെടുത്തുന്നത് ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ പ്രാർത്ഥന കാണുന്ന, അവനെ ആഴമായി കാണുന്ന, പുറമെ മാത്രമല്ല അകവും കാണുന്ന ദൈവത്തിൻ്റെ കണ്ണുകൾ. അപ്പോൾ കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ യോവനെ ദൈവം കാണാതിരുന്നില്ല. ദൈവനെ കാണുക മാത്രമല്ല, കഷ്ടതയ്ക്ക് അറുതി വരുത്തി അവനെ അനുഗ്രഹിച്ചു എന്ന് വചനം വെളിപ്പെടുത്തുന്നു. ഹന്ന എന്ന് പറയുന്ന ആ സ്ത്രീ വലിയ കഷ്ടതയിലൂടെ കടന്നുപോയി, തലമുറയില്ലാതെ ഭാരപ്പെട്ടു. എന്നാൽ അവളുടെ കണ്ണുനീരിനെ കണ്ട കണ്ണുകൾ അവൾക്ക് തലമുറയെ നൽകി ആ ഒരു കഷ്ടത്തിൽ നിന്ന് അവളെ വിടുവിച്ചു. ജോസഫ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ, സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ടവൻ, അടിയേൽക്കപ്പെട്ടവൻ, പൊട്ടക്കിണറ്റിൽ തള്ളപ്പെട്ടവൻ, ഒരടിമച്ചെറുക്കനെ പോലെ വിൽക്കപ്പെട്ടവൻ, ചെയ്യാത്ത തെറ്റിന് തടവിലാക്കപ്പെട്ടവൻ, കൂടെ കിടന്നവർ ഓർക്കാമെന്ന് പറഞ്ഞിട്ട് ഓർക്കാതെ ഇരുന്നു. എന്നാൽ ദൈവം അവനെ കണ്ടു. സഹോദരന്മാർ അസൂയപ്പെടുമ്പോഴും അടിക്കുമ്പോഴും തള്ളിക്കളയുമ്പോഴും വിൽക്കുമ്പോഴും
പോത്തീഫറിൻ്റെ ഭവനത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുമ്പോഴും തടവിലാക്കപ്പെടുമ്പോഴും വ്യക്തമായി നിരീക്ഷിച്ച കണ്ണുകളുണ്ടായിരുന്നു. ആ ദൈവത്തിൻ്റെ കണ്ണുകളായിരുന്നു. ജീവിത വഴിയാത്രയിൽ സഹോദര സഹോദരി, നിന്നെ നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും അർഹമായത് നഷ്ടപ്പെടുത്തി കളയുന്നവരുടെ കൂട്ടത്തിൽ അകപ്പെട്ട് ഭാരപ്പെടുമ്പോൾ നിന്നെ കാണുന്നവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ മാനിക്കും. ആ ദൈവം നിന്നെ ആദരിക്കും. യോസേഫിനെ മാനിക്കാതിരുന്നില്ല. മിസ്രൈമിലെ മന്ത്രിയായിട്ട് ദൈവം അവനെ ഉയർത്തി. അപ്പോൾ കഷ്ടതകളെ കാണുന്ന ദൈവം, ആ കർത്താവ് ഇന്ന് ജീവിക്കുന്ന ദൈവം, നിന്റെ ജീവിതത്തിൽ കടന്നുകൂടിയിരിക്കുന്ന പാപങ്ങളെ കാണുന്ന കർത്താവ്, കൈനോടെ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു വെളിപ്പെടുത്തലുണ്ട്. നിൻ്റെ പാപം നിൻ്റെ വാതിക്കൽ കിടക്കുന്നു. അതിൻ്റെ ആഗ്രഹം, ആശ നിന്നോടാണ്. നീ അതിനെ കീഴടക്കണം. ആഖാൻ പാപം ചെയ്തു. യോശുവ കണ്ടില്ല, പുരോഹിതന്മാർ കണ്ടില്ല. എന്നാൽ കണ്ട ഒരു കണ്ണുണ്ട്, മഹാദൈവത്തിൻ്റെ കണ്ണുകൾ. യൂദ പാപം ചെയ്തു. മറ്റ് ശിഷ്യന്മാരാരും അറിഞ്ഞില്ല. പക്ഷേ കണ്ടവനായൊരു കർത്താവ് അവനോടത് വെളിപ്പെടുത്തി. യോഹന്നാൻ ഇവിടെ പുത്രനായ ക്രിസ്തുവിനെ കാണുമ്പോൾ ആ കണ്ണുകളുടെ സവിശേഷത അവർ വെളിപ്പെടുത്തുകയാണ്. ആ കണ്ണുകൾ അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുകൾ, കർത്താവിൻ്റെ കരഞ്ഞ കണ്ണുകൾ, നമ്മളെ ദയോടെ മനസ്സലിവോടെ കൃപയോടെ നോക്കുന്ന കണ്ണുകൾ. ആ കണ്ണുകളെയും കീഴടക്കിക്കൊണ്ട് ശിരസിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തം, ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ശിരസിൽ മുൾക്കിരീടം ധരിക്കുമ്പോൾ, അല്ല ധരിപ്പിച്ചപ്പോൾ, ഒരു ചരിത്രകാരൻ രേഖപ്പെടുത്തുന്നത് നീളമേറിയ മുള്ളുകളിൽ ഒന്ന് നെറ്റിത്തടങ്ങളെ കീഴടക്കിക്കൊണ്ട് ഒരു കണ്ണിലേക്ക് തറച്ചിറങ്ങിയപ്പോൾ ഒരു കണ്ണ് പുറത്തേക്ക് തള്ളി വന്നു എന്നാണ്. എന്നാൽ യോഹന്നാൻ പത്മോസിൽ കർത്താവിനെ കാണുമ്പോൾ ആ തേജസ്സേറിയ മുഖത്തിലെ കണ്ണുകൾ അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുകൾ. പാപത്തിൻ്റെ ചക്കുമെതിക്കുവാൻ കർത്താവ് മടങ്ങി വരുമ്പോൾ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച സകലരെയും ശിക്ഷ വിധിക്കും. ആ കണ്ണുകൾ കൊണ്ട് അവന് സകലതും വ്യക്തമായി കാണുകയും വെളിപ്പെടുത്തുകയും ചെയ്യും. കർത്താവിൻ്റെ കണ്ണുകൾ അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുകൾ, അതിന് മുമ്പ് നിൽക്കുവാൻ കഴിയത്തില്ല. കർത്താവേ, എൻ്റെ പാപങ്ങളെ അറിയുന്ന, എൻ്റെ കഷ്ടങ്ങളെ, എൻ്റെ വേദന സങ്കടങ്ങൾ കാണുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.